ആലപ്പുഴ ഇടതുപക്ഷത്തിന്റെ ഉരുക്കുകോട്ടയാണെന്നാണ് വെയ്പ്പ്. എന്നാൽ ഇക്കുറി കളം മാറ്റുമെന്ന് കടുത്ത CPM അനുഭാവികൾ വരെ വിശ്വസിക്കുന്നുണ്ട്. ചുവപ്പ് മണ്ണെന്ന ചീത്തപ്പേര് തിരുത്തുവാൻ ആലപ്പുഴയിലെ വോട്ടർമാർ തയ്യാറാകുമെന്നും UDF പ്രത്യേകിച്ച് കോൺഗ്രസ് ഇക്കുറി ആലപ്പുഴയിൽ അട്ടിമറി വിജയം നേടുമെന്ന് സകല സർവേയും പ്രവചിക്കുന്നുണ്ട്. നിലവിൽ ഒറ്റ MLA മാത്രമാണ് ആലപ്പുഴയിൽ നിന്ന് കോൺഗ്രസിനുള്ളത്. ഹരിപ്പാട് നിന്ന് തുടർച്ചയായി ജയിക്കുന്ന രമേശ് ചെന്നിത്തല മാത്രം. ഇക്കുറി മിനിമം 4 സീറ്റുകളിലെങ്കിലും കോൺഗ്രസ് വിജയം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ സിറ്റിംഗ് സീറ്റായ ആലപ്പുഴ KC വേണുഗോപാലിലൂടെ കോൺഗ്രസ് പിടിച്ചെടുത്തിരുന്നു. അവിടെ CPMനെ ഞെട്ടിച്ചത് BJP മുന്നേറ്റമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 11% വോട്ടാണ് അവരുടെ സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ നേടിയത്. CPM ശക്തി കേന്ദ്രങ്ങളിൽ കയറിയടിച്ച ശോഭ വലിയ നാണക്കേട് അവിടെ CPMന് സമ്മാനിച്ചിരുന്നു. ഇന്നും അതിന്റെ ക്ഷീണത്തിലാണ് പാർട്ടി നിൽക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലും UDF വൻ മുന്നേറ്റമുണ്ടാക്കിയതോടെ ഇടതു കോട്ടകൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ അട്ടിമറികൾക്ക് കാത്തിരിക്കുകയാണ്. ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് ഫെബ്രുവരി ആദ്യവാരത്തോടെ പ്രാഥമിക രൂപമാകും എന്നാണ് ലഭിക്കുന്ന വിവരം. ഓരോ മണ്ഡലത്തിലും വിജയിക്കാൻ സാധ്യതയുള്ളവരുടെ പട്ടിക കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ കനുകോലു AICCക്കും KPCCക്കും നൽകിയിരുന്നു. പൂർണ്ണമായി ഈ റിപ്പോർട്ടിനെ ആശ്രയിച്ചാകുമോ സ്ഥാനാർത്ഥി നിർണയം എന്ന് വ്യക്തമല്ല. മതസാമുദായിക ഘടകങ്ങൾ കൂടി പരിഗണിച്ചാകും അന്തിമ തീരുമാനം. ഓരോ മണ്ഡലത്തിലും താൽപര്യമുള്ള നേതാക്കൾ ആഗ്രഹം നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികൾ വേണ്ടെന്ന് പാർട്ടി നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും ചിലരൊക്കെ അനൌദ്യോഗികമായി രംഗത്തിറങ്ങിക്കഴിഞ്ഞു. ഒട്ടേറെ നേതാക്കൾ ഒന്നിലധികം സീറ്റുകളിലേക്ക് ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് കിട്ടിയില്ലെങ്കിൽ മറ്റൊന്ന് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് അത്തരം നീക്കം. അരൂരിൽ ഷാനിമോൾ ഉസ്മാൻ, MJ ജോബ്, ഡോക്ടർ KS മനോജ് എന്നിവരുടെ പേരുകളാണ് കേൾക്കുന്നത്. ചേർത്തലയിൽ KR രാജേന്ദ്ര പ്രസാദ്, CK ഷാജി മോഹൻ, S ശരത് എന്നിവരെ പരിഗണിച്ചേക്കും. ആലപ്പുഴയിൽ AA ഷുക്കൂർ, MJ ജോബ്, KSU ജില്ലാ പ്രസിഡന്റ് AD തോമസ്, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് MP പ്രവീൺ, റീഗോ രാജു എന്നിവരുടെ പേരുകളാണ് ഈ ഘട്ടത്തിൽ കേൾക്കുന്നത്. പുറത്തുനിന്നെത്തിക്കുന്ന സർപ്രൈസ് സ്ഥാനാർത്ഥികൾക്ക് സാധ്യതയില്ലെന്നാണ് നേതാക്കൾ നൽകുന്ന വിവരം. നേരത്തെ സിമി റോസ്ബെൽ ജോൺ, ലാലി വിൻസെന്റ് എന്നിവർ ഇവിടെ എത്തി മത്സരിച്ചിട്ടും തോൽക്കാനായിരുന്നു വിധി. KPCC വൈസ് പ്രസിഡന്റ് കൂടിയായ A ഷുക്കൂറിന് കൂടുതൽ താൽപര്യം അമ്പലപ്പുഴയാണെന്നും പറയുന്നുണ്ട്. മറ്റൊരു വൈസ് പ്രസിഡന്റായ M ലിജുവും ഇവിടെ ശക്തമായി രംഗത്തുണ്ട്. മതസാമുദായിക പരിഗണനകൾ വെച്ച് DCC പ്രസിഡന്റ് B ബാബു പ്രസാദ്, MP പ്രവീൺ എന്നിവരും മത്സരിക്കാൻ ഇറങ്ങുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കുട്ടനാട് സീറ്റ് കേരള കോൺഗ്രസിനോട് ആവശ്യപ്പെടാനും കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട്. പകരം മറ്റൊരു സീറ്റ് സ്വീകരിക്കാൻ കേരള കോൺഗ്രസിനോട് പാർട്ടി ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ചെങ്ങന്നൂരിൽ AB കുര്യാക്കോസ്, B ബാബു പ്രസാദ്, ജ്യോതി വിജയകുമാർ, സുനിൽ P ഉമ്മൻ, ബിനു ചുള്ളിയിൽ എന്നിവർ പരിഗണനയിൽ വരും. മാവേലിക്കരയിൽ മുത്താര രാജ്, മീനു സജീവ്, മിഥുൻ മയൂരി, K ശിബുരാജൻ എന്നിവരുടെ പേരുകൾ മുൻപന്തിയിലുണ്ട്. കായംകുളത്ത് കഴിഞ്ഞ തവണ മത്സരിച്ച അരിത ബാബുവിന് തന്നെ നറുക്കുവീണേക്കാം. കായംകുളത്ത് ശോഭ സുരേന്ദ്രൻ മത്സരിക്കുമെന്ന് ഉറപ്പാണ്. അങ്ങനെ വന്നാൽ 3 വനിതകൾ മാറ്റുരയ്ക്കുന്ന തീപാറുന്ന പോരാട്ടത്തിനാണ് കായംകുളത്ത് അരങ്ങുണരുന്നത്.